എല്ലാവർക്കും ആമീസ് ആൻഡ് അൻവീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പറശ്ശിനി ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോകണമെന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ പറശ്ശിനി കടവിൽ വളപട്ടണം നദിക്കരയിലാണ് തീയർ ഊരായ്മയിലുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ ശിവനും, വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പൻ്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം തേടാമെന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. നമ്മുടെ മുത്തപ്പൻ ക്ഷേത്രത്തിനൊരു ഐതിഹ്യമുണ്ട്. അതെന്താണെന്ന് കേട്ടാലോ? കണ്ണൂർ ജില്ലയിലെ തന്നെ എരുവേശി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്തു മന്നനാർ അഞ്ചര മനയ്ക്കൽ മന്നനാർ രാജവംശമാണ് മുത്തപ്പൻ്റെ ബാല്യകാലം. അവിടുത്തെ തികഞ്ഞ ശിവഭക്തയായ പാടിക്കുറ്റി അമ്മയ്ക്കും അയ്യങ്കര വാഴുന്നോർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതു നടത്തി പ്രാർത്ഥിച്ചു. ഒടുവിൽ ഒരു ദിവസം തൻ്റെ പ്രിയ ഭക്തയായ പാടിക്കുറ്റി അമ്മയ്ക്ക് മഹാദേവൻ സ്വപ്ന ദർശനം നൽകി. പിറ്റേ ദിവസം പാടിക്കുറ്റിയമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിവാനുഗ്രഹത്താൽ അവിടെ നിന്നും ലഭിച്ച കുഞ്ഞാണ്. ഒടുവിൽ തൻ്റെ അവതാര ഉദ്ദേശം വ്യക്തമാക്കി നാട് നീള നടന്ന് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി ശിവവിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടപ്പുരകളിൽ കുടികൊള്ളുന്നത്. ബാല്യം മുതൽക്ക് തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റേത്. ഇല്ലത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല മുത്തപ്പൻ്റേത്. സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും നായാടികളുടെ കൂടെ നടന്നു നായാടിയും ഇല്ലത്തിന് പേരുദോഷം കേൾപ്പിച്ചു. കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. വാഴുന്നവർക്ക് ഇതിലെല്ലാം എതിർപ്പായിരുന്നെങ്കിലും പുത്രസ്നേഹം കാരണം അമ്മയെല്ലാം പൊറുത്തു മകനെ സ്നേഹിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മുത്തപ്പൻ കാലഭൈരവൻ്റെ രൂപത്തിലുള്ള തൻ്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു. ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ടു ഭയപ്പെട്ട് ആ അമ്മ മകനോട് ഇനി എന്നും പൊയ്ക്കണ്ണ് ധരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. മുത്തപ്പൻ്റെ പ്രധാന വഴിപാടുകൾ പയംകുറ്റി, വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ്. ക്ഷേത്രത്തിൽ നിന്നും ഈ വഴിപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും. മടയനുള്ള വഴിപാടുകൾ വെച്ചേരിങ്ങാട്ട്, പിന്നെ ഏത്തയ്ക്ക, കുരുമുളക്, മഞ്ഞൾ, ഉപ്പ് എന്നിവയുടെ പുഴുങ്ങിയ ഒരു മിശ്രിതമാണ് വെച്ചേരിങ്ങാട്ട്. പിന്നെ നീർക്കരി, അരിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് എന്നിവയുടെ ഒരു മിശ്രിതമാണത് നീർക്കരി. പുഴുങ്ങിയ ധാന്യങ്ങൾ, തേങ്ങാപ്പൂള എന്നിവയാണ്. കൂടാതെ കരിച്ച ഉണക്കമീനും കള്ളും നൈവേദ്യമായി അർപ്പിക്കാറുണ്ട്. രാവിലെ 5 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ നട തുറന്നിരിക്കും. പകല് നട അടച്ചിടാറേ ഇല്ല. ഞങ്ങൾ ഏതാണ്ട് ഒരു ഉച്ചയായി 1 മണി ആയപ്പോഴാണ് ക്ഷേത്രത്തിലെത്തിയത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉൾവശമൊന്നും നമുക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. തൊഴുത് ഞങ്ങൾ ഇറങ്ങി. കറക്റ്റ് ഊണ് കഴിക്കേണ്ട സമയമായിരുന്നുകൊണ്ട് അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. ക്യൂ നിന്ന് ഞങ്ങൾക്ക് അന്നദാനവും ലഭിച്ചു. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം കാണണമെങ്കിൽ നമ്മൾ ബോട്ടിൽ കയറിയാലേ നമുക്കത് സാധിക്കത്തുള്ളൂ. അത് കാരണം ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി, പിള്ളേർക്കെല്ലാം ഭയങ്കര ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോയി. കുഞ്ഞുങ്ങൾ ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. ആദ്യമായിട്ട് ബോട്ട് കയറിയോണ്ടുള്ള സന്തോഷം അവൾക്കും അതെ ആമിക്കും അതെ. രണ്ടുപേരെ സ്റ്റേജിൽ കയറ്റി നിർത്തി. അവർ ആദ്യമേ സ്റ്റേജിൽ കയറിയത്. ഇത് ബോട്ടിനകമാണ്. സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് ബാക്കിയുള്ള പിള്ളേരെല്ലാം കൂടെ വാലെ വന്ന് കയറി. ഭയങ്കര ഡാൻസ്, തകർപ്പാ, സന്തോഷം. പിന്നെ അവർ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കേട്ട് പിന്നെ അവരങ്ങ് തകർത്ത് വാരി. പിള്ളേർക്കല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൂ. പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം കാണണമെങ്കിൽ നമുക്ക് ബോട്ടിൽ കയറണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ബോട്ടിൽ കയറി അവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് നേരെ 50 രൂപ എങ്ങാണ്ടാണ് പെർ ഹെഡ്. പിന്നെ ബോട്ടിൻ്റെ മുകളിലത്തെ തട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരു 20 രൂപയും കൂടെ എക്സ്ട്രാ കൊടുക്കണം. 70 രൂപയാണ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ മുടക്കേണ്ടത്. പിന്നെ അവിടെ കയറി അതിനകത്ത് മുഴുവൻ കാണാൻ ഒരുപാടുണ്ട്. ഒരുപാട് കാണാനായിട്ട് ഉണ്ട്. ബോട്ടിനകത്താണെങ്കിലും ബോട്ടിന് പുറത്താണെങ്കിലും. ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന് നമുക്ക് ഈ മുത്തപ്പൻ മടപ്പുരയിൽ ചെന്നാൽ കാണാൻ സാധിക്കും. ദരിദ്രരുടെയും അധ്വാനിക്കുന്ന ജനങ്ങളുടെയും ദൈവം തന്നെ ആരാധിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ഏതൊരാൾക്കും മുത്തപ്പൻ സഹായകനാകും.
ഹിന്ദു ദേവാലയത്തിലെ ഒരു വിമത ദൈവം. മുത്തപ്പന് പിന്നെ കള്ള് കുടിക്കുകയും വറുത്ത മത്സ്യം കഴിക്കുകയും എല്ലാം ചെയ്യുന്നു. ഒരു വേട്ടക്കാരൻ്റെ വസ്ത്രവും വില്ലും അമ്പും വഹിക്കുന്നു. നമുക്ക് അവിടെ ചെന്ന് അതിന് ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു അമ്പ് വെച്ചിട്ടുണ്ട് ഭഗവാന്റെ ആ ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലായിട്ട്. നമുക്കത് കാണാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിൽ സ്വതന്ത്രമായിട്ട് അലഞ്ഞു നടക്കുന്ന ഒരുപാട് നായ്ക്കളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നായ്ക്കൾക്ക് പ്രവേശനമുള്ള ഒരമ്പലമാണ് നമ്മുടെ ഈ മുത്തപ്പൻ മടപ്പുര. നായ്ക്കളാണ് മുത്തപ്പൻ്റെ കൂട്ടാളികൾ. ജാതി മത ദേശഭേദമില്ലാതെ എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്നതിനാൽ ഈ ദൈവത്തിൻ്റെ മതേതരത്വ സ്വഭാവം കൂടുതൽ നമുക്ക് പ്രകടമാണ്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസമാണ് അത്. ഇവിടെ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല. വസ്ത്രധാരണത്തിന് നിയന്ത്രണങ്ങളില്ല. ഏതൊരാൾക്ക് ഏതൊരു ശരീരത്തിലും നമ്മുടെ ശ്രീകോവിലിൽ കയറി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. മടപ്പുര കുടുംബം ഓരോ ഭക്തനെയും അതിഥിയായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ ചെന്നപ്പോൾ കണ്ടൊരു പട്ടിക്കുട്ടിയാണിത്. നല്ലൊരു കൗതുകം തോന്നി. അതാണ് അവളെ എടുത്ത്. അവളുടെ പേര് അമ്മു എന്നാണ് കേട്ടോ.